പോപ്പുലർ ഫ്രണ്ടിന്റെ സ്വത്തുക്കളും അതുപോലെ തന്നെ ജമ്മു കാശ്മീരിലെ ഭീകരരുടെ സ്വത്തുക്കളും മറ്റും കണ്ടുകെട്ടിയ NIA-യുടെ ശ്രദ്ധ ഇപ്പോൾ പഞ്ചാബിലേക്ക് തിരിച്ചിരിക്കുന്നു. പഞ്ചാബിൽ NIA പരക്കെ ഖാലിസ്ഥാൻ തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പഞ്ചാബിലെ ഫിറോസാപൂരിൽ രമൺദീപ് സിംഗിന്റെ സ്വത്തുവകകളാണ് NIA കണ്ടുകെട്ടിയിരിക്കുന്നത്. ഖാലിസ്ഥാൻ ഭീകരരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഖാലിസ്ഥാൻ ലിബറേഷൻ ഫോഴ്സ്, ബബർ ഖൽസ, ഇന്റർനാഷണൽ സിഖ് യൂത്ത് ഫെഡറേഷൻ തുടങ്ങിയവരെ പിന്തുണച്ചവരും സഹായിച്ചവരും പ്രവർത്തിച്ചവരുടേതുമായ സ്വത്തുവകൾ കണ്ടുകെട്ടാനാണ് NIA-യുടെ നീക്കം. അതിൻ്റെ നീക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവർ പണം സ്വരൂപിക്കുക മാത്രമല്ല ആയുധങ്ങൾ സംഭരിക്കുകയും രാജ്യത്തിനെതിരെ പോരാടാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്നുള്ള NIA കുറ്റപത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടക്കുന്ന റെയ്ഡുകളും ഒപ്പം തന്നെ സ്വത്ത് കണ്ടുകെട്ടലും. നമ്മൾ ഈ സ്വത്ത് കണ്ടുകെട്ടൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ജമ്മു കാശ്മീരിലടക്കം ഈ സ്വത്ത് കണ്ടുകെട്ടൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്വത്തുക്കളെല്ലാം തന്നെ മരവിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഓരോ ഭാഗങ്ങളെ ഓരോ ഇടത്തു നിന്നും അത് കണ്ടുകെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇവിടെയാണ് ഇന്ത്യയിൽ ഏറെക്കാലമായി തന്നെ പൊളച്ചുകൊണ്ടിരുന്ന ഖാലിസ്ഥാൻ ഭീകരരുടെ സ്വത്തുവകളും കേന്ദ്രം കണ്ടുകെട്ടി തുടങ്ങിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.